ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ ഉടൻ കേസെടുക്കാൻ പോലീസ്. ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ മഹസറിൽ ഒപ്പുവെച്ച ദിവസം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും കേസിൽ പ്രതിയാകും. അതേസമയം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് തള്ളി മുൻ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ രംഗത്തെത്തി. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ അതിവേഗം കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ നൽകിയ നിർദ്ദേശം. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പരിശോധന പൂർത്തിയായാൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്യും. ദ്വാരപാലക വിഗ്രഹത്തിലെയും കട്ടിളയിലെയും സ്വർണ്ണപ്പാളി മോഷണം 2 കേസുകളായി അന്വേഷിക്കാനാണ് നീക്കം. കവർച്ച, ഗൂഢാലോചന, വിശ്വാസവഞ്ചന കുറ്റങ്ങൾക്ക് പുറമെ അഴിമതി നിരോധന നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. അതേസമയം ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ തള്ളുകയാണ് തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ. ഈ ബോർഡ് പ്രസിഡന്റിന്റെയും ഈ മെമ്പർമാരുടെയും പേര് എന്തുകൊണ്ട് ചേർത്തില്ല? ജീവനക്കാരുടെ പേര് മാത്രമല്ലേ ഉള്ളൂ ഇപ്പം. അപ്പൊ ഈ മെമ്പറും പ്രസിഡന്റും ഇതിനകത്ത് ഉത്തരവാദിയല്ലേ? ദ്വാരപാലക വിഗ്രഹത്തിലെയും ശ്രീകോവിൽ കട്ടിലയുടെയും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ ഉദ്യോഗസ്ഥന്മാർ കേസിൽ പ്രതിയാകും. സ്വർണ്ണപ്പാളികൾ ചെമ്പ് തകടാണെന്ന് രേഖപ്പെടുത്തി മഹസറിൽ ഒപ്പുവെച്ച 9 ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങും. ഇനി മോഷണം പോയ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തേണ്ടി വരും. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളാണ് നിർണായകമാവുക. 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.